ഹലോ പീപ്പിൾ, ദീപൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. നെറ്റ്ഫ്ലിക്സ് വഴി കിടിലമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ടീച്ച് യു എ ലെസൺ. ഒരു സൗത്ത് കൊറിയൻ ആക്ഷൻ സീരീസ് ആണ്. വെറും ഒരു ആക്ഷൻ സീരീസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട, നല്ല കിടിലമായിട്ടുള്ളൊരു കണ്ടൻറ്റും പിന്നെ ഇമോഷൻസും ആക്ഷൻ അടങ്ങിയിട്ടുള്ള ഒരു സീരീസാണ്. ഇത് മാതാപിതാക്കൾക്കും പഠിക്കുന്നവർക്കും ടീച്ചേഴ്സിനും പെട്ടെന്ന്, അതായത് നമ്മുടെ സമൂഹത്തിനും പെട്ടെന്ന് ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു സീരീസാണ്. ഇത് എല്ലാവരും കാണേണ്ട ഒരു സീരീസാണ്. കൊറിയനാണെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് ഡബ്ഡും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കണ്ടു നോക്കുക. മസ്റ്റ് വാച്ച് എന്ന് പറയാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാരണം എന്ന് വെച്ചാൽ, ഇതിൽ കൊറിയൻ സിസ്റ്റമായിട്ടുള്ള ഒരു ERPB എന്ന് പറയുന്ന സംഭവമുണ്ട്. എഡ്യൂക്കേഷണൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ബ്യൂറോ എന്ന് പറയുന്ന അണ്ടറിൽ വർക്ക് ചെയ്യുന്ന 3 ഓഫീസേഴ്സിൻ്റെ കഥ. അത് നേതൃത്വം കൊടുക്കുക നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇസാമിൻ എന്ന് പറയുന്ന അദ്ദേഹമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളുകളിൽ ഒരുപാട് അബ്യൂസ് നടക്കുന്നുണ്ട്. ടീച്ചർമാരുടെ ഉള്ള പ്രശ്നങ്ങൾ, അഥവാ കുട്ടികളും ടീച്ചറുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഡ്രഗ്സ് അഡിക്ഷൻ, സൈബർ അറ്റാക്ക്, പിന്നെ നമ്മുടെ ഗെയിംസ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഒരുപാട് കാര്യങ്ങൾ ഈ സീരീസിലൂടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നു. ഇതൊരു എസ്സേ പോലെ അല്ലെങ്കിൽ നമുക്കൊരു പ്രൊജക്റ്റ് പോലെ ഇത് വെക്കാൻ പറ്റുന്ന ഒരു കണ്ടൻറ്റും കൂടിയാണ് ഈ സീരീസ് തന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയ്ക്കുള്ള കണ്ടൻറ്റ് ഈ സീരീസിലുണ്ട്. എല്ലാവരും പറഞ്ഞ് കാണാൻ. അപ്പം ഞാൻ ഒരു കൗതുകം കയറി കണ്ടു നോക്കിയാണ്. സത്യം പറഞ്ഞാൽ കിളി പോയി, കിട്ടിയില്ല. എടുത്ത ആളിനെ സമ്മതിക്കണം. അത് എടുത്ത ആളുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഒറിജിനൽ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സാണ് ഈ സീരീസിലെ ചിം യൂം തായും ഹങ്കാരം. അപ്പം ഇവരാണ് ഇതിൻ്റെ ഒറിജിനൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ സീരീസിൻ്റെ. ഇതിലെ ഡയറക്ടേഴ്സാണ് ഹം ജാൻ ചു എന്ന് പറയുന്ന ഡയറക്ടേഴ്സ്. ഇതൊരു സൗത്ത് കൊറിയൻ പേരുകളാണ്, അറിയാമല്ലോ, കൊറിയൻ സീരീസാണ്. അപ്പം ഇതിൽ നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ പേര്, നമ്മുടെ മെയിൻ നായകൻ്റെ പേരാണ് നാം ജിൻ എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരാണ് കിം മ്യൂ യോൻ. അദ്ദേഹം ഇതിനു മുമ്പേ അഭിനയിച്ച 2 പ്രധാനപ്പെട്ട സിനിമകളുടെ വില്ലനായിരുന്നു. നമ്മുടെ ഡോങ്ലി അണ്ടൻ്റെ 2 വില്ലനായിരുന്നു. ഒന്ന് ദി ഗാങ്സ്റ്റർ, ദി കോപ്പ്, ദി ഡെവിൽ എന്ന് പറയുന്ന സിനിമയിലെ വില്ലനും, പിന്നെ ദി റൗണ്ട് ഓഫ് പണിഷ്മെൻ്റ് എന്ന് പറയുന്ന അതേ വില്ലൻ തന്നെയാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ആ വില്ലനായിട്ട് വന്ന ആളാണ് ഈ സിനിമയിലെ പ്രധാന നായകൻ. പിന്നെ ഇതിലെ രണ്ടാമത്തെ ക്യാരക്ടറാണ് ഇമ്മാലി. അവരുടെ ക്യാരക്ടർ എല്ലാം കിടലുമാണ്. അവർ ഒരു സൈക്കോപാത്ത് പോലത്തെ ഒരു ഓഫീസറാണെങ്കിൽ പോലും ദേഷ്യം കൺട്രോൾ ചെയ്ത് ERPBയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ബോണി എന്ന് പറയുന്ന ഒരു എത്തിക്കൽ ഹാക്കർ. ഇവരെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരു കിട്ടിയില്ല ERPB എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവർ രൂപീകരിച്ചു. അപ്പം ആദ്യത്തെ 2 സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ആദ്യ സ്റ്റോറി എന്ന് പറയുന്നത് റാഗിങ് ആണ്. സ്കൂളിലെ റാഗിങ് കാരണം ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. അവരെ ടീച്ച് യു എ ലെസൺ പഠിപ്പിക്കുകയാണ് ERPBയിൽ നമ്മുടെ എക്സ് മിലിറ്ററിക്കാരനായ നമ്മുടെ നായകനായ നാവിജിൻ. രണ്ടാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു കോളേജ് ഫുള്ളും ഗാങ്സ്റ്റേഴ്സായി എങ്ങനെയുണ്ട്, ഡ്രഗ്സ് വിൽക്കുന്ന ഒരു ഗാങ്സ്റ്റേഴ്സായി എങ്ങനെയുണ്ട്, സാറുമാരെന്ന് ഒരു ബഹുമാനമില്ല, മാതാപിതാക്കളെ തിരിച്ചറിഞ്ഞാൽ അവരെ ലെസൺ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ എപ്പിസോഡ് സൈബർ ക്രൈമാണ്. എന്നുവെച്ചാൽ ഒരു പെൺകുട്ടി നല്ല വൃത്തി ടീച്ചേഴ്സിനായിട്ട് നല്ല വൃത്തിയെ സംസാരിച്ച് ഇടപെടുകയും ചെയ്യുമ്പോൾ അവർ അതിന് നെഗറ്റീവായിട്ട് നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ട് വ്യൂസ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. നാലാമത്തേന്ന് പറയുന്നത് ഒരു ചെറുക്കന്മാരൊക്കെ ഉണ്ട്, അടിച്ച് കൊല്ലാന്ന് വരും. എന്ന് വെച്ചാൽ 18 വയസ്സ് പോലും ആയിട്ടില്ല, 14 വയസ്സുള്ള ക്രിമിനൽസാണ് അവർ. അപ്പോൾ അവരെ എങ്ങനെ നിയന്ത്രിക്കുന്നു? അഞ്ചാമതെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രഷേഴ്സ് വേണം. എന്ന് വെച്ചാൽ മാതാപിതാക്കളുടെ പ്രഷർ വേണം. കുട്ടികൾ ഒരു മാനസികമായിട്ടുള്ള പേടി അനുഭവിക്കുന്നു. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന കഥ. പിന്നെ ഒരുപാട് അങ്ങനെ പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ എല്ലാം കണ്ടന്റ് അങ്ങ് പറയേണ്ടി വരും, സത്യം പറയാമല്ലോ. പിന്നെ മാതാപിതാക്കൾ പ്രഷർ കൊടുത്ത് പഠിപ്പിക്കുന്ന മക്കൾ 24 മണിക്കൂർ ഒരു പുസ്തക പുഴുവിനെ പോലെ ഇരുന്ന് പഠിക്കുന്ന അവർക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം എപ്പോഴും പടി എന്ന് പറയുന്ന അവർക്കും ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സീരീസാണ്. കാരണം എന്ന് വെച്ചാൽ ആവശ്യത്തിനെല്ലാം പഠിക്കുകയാണ്, തെറ്റെന്ന് പറയണതല്ല. എപ്പോഴും ഇരുന്ന് പഠിക്കാൻ പറയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളവർക്കും ഇത് അയച്ചു കൊടുക്കാം. കാരണം അത്രയ്ക്കുള്ള ഇമ്പോർട്ടൻസ് സീരീസ്. അവരെ ഒരു ടീച്ച് ലെസൺ പഠിപ്പിക്കുന്നു. പിന്നെ അതിനപ്പുറം ഈ സീരീസിലൊരു കഥ നടക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ നായകൻ്റെ ഭാര്യയെ കുത്തിക്കൊല്ലുന്നത് ഒരു ഡ്രഗ് അബ്യൂസ് ആയിട്ടുള്ള ആ ചെറുക്കനാണ്. അവനെ അടിച്ച് കൊല്ലാനുള്ള ദേഷ്യം വരും ഈ സീരീസ് കണ്ടു കഴിഞ്ഞാൽ. അത്രയ്ക്ക് കിടിലായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കിടില സീരീസാണ്. ഇതിലൊന്നും എടുത്തു പറയാനില്ല, ഇതെല്ലാം കണ്ടൻറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഓരോ കണ്ടൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. കാരണം അത്രയ്ക്ക് ഒരു ഗംഭീര പ്രൊഡക്റ്റ്. കിളി പറഞ്ഞു പോയി. കാരണം എന്ന് വെച്ചാൽ ഇത് എല്ലാവരും കാണേണ്ട ഒരു വെബ് സീരീസാണ്. സീസൺ 2 ഉണ്ടാവും എന്നൊരു സൂചന നിന്നാണ് സീസൺ എപ്പിസോഡ് 10 അവസാനിപ്പിക്കുന്നത്.
എങ്ങനെ പറഞ്ഞാൽ മസ്റ്റ് വാച്ചാണ്. ഇന്നത്തെ എഡ്യൂക്കേഷനിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഗെയിം അഡിക്ഷൻ പറയുന്നു, ഡ്രഗ് അഡിക്ഷൻ പറയുന്നു, പിന്നെ കുട്ടികളുടെ അബ്യൂസ് പറയുന്നു, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വലിയൊരു പാഠക പുസ്തകം അല്ലാണ് എനിക്ക് ഈ ടീച്ച് യു ലെസൺ എന്ന് പറയുന്ന സീരീസ് കണ്ടപ്പോൾ തോന്നിയത്. ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് എടുത്ത് പറയേണ്ട കാര്യമാണ്. ആക്ഷൻസ് എല്ലാം വേറെ ലെവല്, കിടില ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സീസൺ 2 എപ്പിസോഡ് ആ റെയിൻ ഫൈറ്റ് എല്ലാവരും പറയുന്നില്ല, കുറച്ച് നേരമുള്ള റെയിൻ ഫൈറ്റ് കിടിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സ് നമ്മളെ എത്തിക്കൽ ഹാക്കർ ബോണി എന്ന് പറയുന്ന ചില്ല് ഇമോഷൻസ് കോമഡി ക്യാരക്ടറാണ്. പിന്നെ നമ്മുടെ ഇമ്മാലിയും എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ക്യാരക്ടറുണ്ട്. അത് അവർ കിടില റഫ് ആൻഡ് ടഫാണ്, പക്ഷേ ഇമോഷൻസുമാണ് അവർ കിടിലുമാണ് ആ ക്യാരക്ടർ. പിന്നെ ഇതിലെ മന്ത്രിയായിട്ട് പറഞ്ഞ സാമീൻ എന്ന് പറയുന്ന മന്ത്രി, ആ മന്ത്രി എന്ന് പറഞ്ഞാൽ കിട്ടിലോട്ട് ആ സ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ അദ്ദേഹത്തിന്. കിട്ടിലോട്ട് ആ മന്ത്രിയുടെ ഒരു ഇതും ആ കോമഡി എല്ലാം വർക്കൗട്ടുണ്ട്. ഒരു മന്ത്രി സംസാരിക്കും പോലെ തന്നെ എല്ലാം ചെയ്തു വെച്ചാൽ അത് തോന്നിപ്പോവും. അങ്ങനത്തെ രീതിയിലുള്ള പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ഇതിലെല്ലാവരും. ഒരു നെഗറ്റീവ് പോലും ഈ സീരീസിനെ കുറിച്ച് എനിക്ക് പറയാനില്ല. നിങ്ങൾ കണ്ടു നോക്കുക. എനിക്ക് ഈ സിനിമ എൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഈ സീരീസിന് ഞാൻ 10 കൊടുക്കും. കാരണം അത് ഇത്രയും കൊടുത്തേ പറ്റുള്ളൂ. കിടിലം കണ്ടൻ്റായിട്ടുള്ള. ഇപ്പം ഇതുപോലത്തെ ഒരു സീരീസ് ഇനിയും പ്രതീക്ഷിക്കുന്നു. സീസൺ 2 വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഇത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.